മാന്യ സദസ്സിന് നമസ്കാരം. ലോക ജനതയുടെ വലിയ ദുഃഖമാണ് വിശപ്പ്. വിശപ്പ് ശരിക്കറിഞ്ഞവൻ ദരിദ്രൻ, വിശപ്പറിയാത്തവൻ ധനികൻ. അതുകൊണ്ട് തന്നെ ധനികന്റെ ഭക്ഷണ അവശിഷ്ടങ്ങൾ എച്ചിൽ കൂണുകളായി നിറയുമ്പോൾ ആ എച്ചിലുകൾ കഴിച്ചു പോലും വയറു നിറയ്ക്കാൻ പാടുപെടുന്ന ഒരു കൂട്ടം മനുഷ്യർ ഈ ലോകത്തുണ്ട്. അവർക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ജീവൻ നിലനിർത്തുക. എന്നാൽ ഇതൊന്നും പത്രമാധ്യമങ്ങളോ മറ്റു മീഡിയകളോ കണ്ടെന്നു വരില്ല. എന്നാൽ ഈ ദയനീയത പുറം ലോകത്തെ അറിയിക്കുവാൻ ശ്രമിച്ച ഒരു ഫോട്ടോ ജേർണലിസ്റ്റിന്റെ കഥാപ്രസംഗമായി അവതരിപ്പിക്കുന്നു കഴുകനും കുഞ്ഞും. ഈ കഥ നടക്കുന്നത് അങ്ങ് ദക്ഷിണാഫ്രിക്കയിലാണ്. ഇരുണ്ട ഭൂഖണ്ഡമെന്ന് പരക്കെ അറിയപ്പെടുന്ന ആഫ്രിക്ക പട്ടിണി രാജ്യം. ഏറിയ ഭാഗവും മനുഷ്യർ വെറും അസ്ഥികൂടങ്ങളാണ്. ശരീരത്തിൽ ചെറിയ തുടിപ്പുണ്ടെന്നേ ഉള്ളൂ. സുഡാൻ, എത്യോപ്യ, അയോധ്യ ഇവിടെയുള്ള മനുഷ്യരുടെ സ്ഥിതിയാണിത്. ഏകദേശം 30 വർഷത്തിന് മുൻപുള്ള ഒരു മാർച്ച് മാസം 1993 ഐക്യരാഷ്ട്രസഭയുടെ ഒരു സന്ദേശം ജോഹന്നാസ്ബർഗിലെ ഒരു ക്ലബിലെത്തി. പത്രപ്രവർത്തകരുടെയും ഫോട്ടോഗ്രാഫ് ജേർണലിസ്റ്റുകളുടെയും ഒരു ക്ലബാണത്. സന്ദേശം മറ്റൊന്നുമല്ല, പട്ടിണിയിൽ നട്ടം തിരിയുന്ന അയോധ്യയിലെ പാവപ്പെട്ടവർക്ക് ഐക്യരാഷ്ട്രസഭ ഭക്ഷണം വിതരണം ചെയ്യുന്നു. അതിന്റെ വാർത്തയും ഫോട്ടോയും പകർത്തുവാൻ കുറച്ചു പേർക്ക് ക്ഷണം. ആ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ക്ലബ്ബ് ഒരാളെ ചുമതലപ്പെടുത്തി. 33 വയസ്സ് പ്രായം, ഫോട്ടോ ജേർണലിസം പാസ്സായ വെളുത്ത നിറമുള്ള സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ കെവിൻ കാർട്ടർ. അനുപമ സുന്ദരനാണ് കെവിൻ, ആരാധകരുണ്ടനവധിയായി. അനുപമ സുന്ദരനാണ് കെവിൻ, ആരാധകരുണ്ടനവധിയായി. അപൂർവ സുന്ദര ചിത്രമൊരുക്കും ഒരു യുവകോമളനാണ് കെവിൻ. അപൂർവ സുന്ദര ചിത്രമൊരുക്കും ഒരു യുവകോമളനാണ് കെവിൻ. ഫോട്ടോ എടുക്കാൻ നിയോഗിക്കപ്പെട്ട കെവിൻ കാർട്ടർ ഭക്ഷ്യധാന്യങ്ങളെങ്കിൽ വിമാനത്തിൽ യാത്രയായി. ആ വിമാനം ആകാശവീഥിയിലൂടെ പറന്ന് അയോധ്യയിൽ ലാൻഡ് ചെയ്തു. അത് കണ്ട മാത്രയിൽ ജനങ്ങൾ ഓടിക്കൂടി. അസ്ഥിക്കൂടുകൾ ഓടിക്കൂടി ശേഷിച്ച മനുഷ്യർ ആഹാരത്തിനു കൈകൾ നീട്ടി ജീവൻ നിലനിർത്താനായി. ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്യുന്ന മുമ്പായി UN അധികാരിയുടെ അറിയിപ്പുണ്ടായി. അറ്റൻഷൻ പ്ലീസ്, നിങ്ങൾ എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കുക. മരണത്തോടടുക്കുന്ന ഇവിടുത്തെ മനുഷ്യർ പലവിധ രോഗങ്ങളുടെയും ഉറവിടമാണ്. അവർ രോഗവാഹികളാണ്. അതുകൊണ്ട് ആരുമായും ഇടപഴക്കം വേണ്ട, അകലം പാലിക്കുക. നിങ്ങൾക്കിവിടെ 30 മിനിറ്റ് മാത്രമാണ് സമയം. അതിനുള്ളിൽ വിമാനം തിരിച്ചു പോരണം. ഫോട്ടോ എടുക്കാൻ നിയോഗിക്കപ്പെട്ട കെവിൻ കാർട്ടർ വിമാനത്തിൽ നിന്ന് താഴെ ഇറങ്ങി. അദ്ദേഹം തൻ്റെ ക്യാമറ റെഡിയാക്കി ചുറ്റും ഒന്ന് നോക്കി. പെട്ടെന്ന് അദ്ദേഹം ഒരു കാഴ്ച കണ്ടു. കുറച്ചകലെ പുല്ലിലായി ഒരു കഴുകൻ തൻ്റെ നീളൻ കൊക്കുകൾ പിളർത്തി ചിറകുകൾ വിരിച്ച് കണ്ണുകൾ തുറപ്പിച്ച് ഒരു ശവം കുത്തിത്തിന്നാനുള്ള ശ്രമത്തിലാണ്. അദ്ദേഹം ക്യാമറ സൂം ചെയ്തു. ദൈവമേ, ആ കഴുകന്റെ അരികിലുള്ളത് ഒരു ശവമല്ല, ഇനി കൊണ്ട് ഏത് നിമിഷവും കാണാൻ പോകാവുന്ന ഒരു പെൺകുഞ്ഞ് നഗ്നയായി പുല്ലിൽ മുഖം പൂഴ്ത്തി അവസാന ശ്വാസത്തിന് വേണ്ടിയുള്ള കിടപ്പ്. ഓ ജീസസ്, മരണകരങ്ങളിൽ ഒരു ജീവൻ നരക കുഴിയായി കഴിയുന്നു. വയറു നിറയ്ക്കാൻ വഴി തേടി കഴുകൻ കാവലിരിക്കുന്നു. ആ കുഞ്ഞു മരിച്ചാൽ ആ ക്ഷണം ശവം കൊത്തിയെടുത്തുകൊണ്ട് കഴുകൻ പറക്കും. അങ്ങനെ സംഭവിച്ചാൽ തനിക്ക് ലഭിക്കാൻ പോകുന്നത് ഒരു ചരിത്ര ഫോട്ടോ ആയിരിക്കും. കെവിൻ ശ്വാസം അടക്കി പിടിച്ചു. വാച്ചിൽ നോക്കി. 20 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. ആ കുഞ്ഞു മരിച്ചില്ല, കഴുകൻ കൊത്തിയില്ല. അദ്ദേഹം കുറച്ചുകൂടി മുന്നിലേക്ക് ചെന്നു. കഴുകനും കുഞ്ഞും അടുത്തടുത്തായുള്ള കുറച്ച് ചിത്രങ്ങൾ തൻ്റെ ക്യാമറയിൽ പകർത്തി. വ്യത്യസ്ത രീതിയിലുള്ള 10ഓളം ചിത്രങ്ങൾ.
പെട്ടെന്ന് തന്നെ വിമാനം തിരികെ ചെല്ലുവാനുള്ള അനൗൺസ്മെന്റ് മുഴങ്ങി. കെവിൻ കുറച്ചുകൂടി മുന്നിലേക്ക് ചെന്ന് ആ കഴുകനെ ആട്ടി ഓടിച്ചു. അധികാരികളുടെ വിലക്കുള്ളതിനാൽ ആ കുഞ്ഞിനെ തൊടാനോ രക്ഷിക്കാനോ അയാൾ കഴിഞ്ഞില്ല. കെവിൻ തിരികെ വിമാനത്തിൽ കയറി. ഈ ദയനീയത പുറം ലോകം അറിയണമെന്ന ഉറച്ച തീരുമാനത്തോടുകൂടി അയാൾ യാത്രയായി. 2 ദിവസം കഴിഞ്ഞപ്പോൾ പത്രത്തിൽ ഒരു വാർത്ത. നിയോ ടൈംസിൽ ആ ചിത്രം അച്ചടിച്ചു വന്നിരിക്കുന്നു. കഴുകനും കുഞ്ഞും. ഒരു നാടിന്റെ പട്ടിണി അറിയിക്കുന്ന ചിത്രം. താൻ നൽകിയ സത്യസന്ധമായ വാർത്ത. വിശന്നു വലയും ഈ രാജ്യം പട്ടിണി മാത്രം കൂട്ടായി. വെള്ളക്കാരുടെ ഭരണത്തിൽ അടിമകൾ അനവധി തീർത്തു. ഇവിടെ അടിമകൾ അനവധി തീർത്തു. വാർത്ത പ്രചരിച്ചതോടെ പത്രസ്ഥാപനത്തിലേക്ക് കത്തുകളുടെയും ഫോൺ കോളുകളുടെയും ബഹളം. യെസ്, നിയോ ടൈംസ് റിസപ്ഷൻ. മറുതലക്കിൽ നിന്നും ഒരു ചോദ്യം. അതെ, ഞങ്ങൾക്കൊരു സംശയം. ആ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടോ അതോ കഴുകൻ കൊത്തി തിന്നോ? സോറി, ആ കുഞ്ഞിനെ കുറിച്ച് ഞങ്ങൾക്കൊന്നും അറിയില്ല. ഇതിനോടകം തന്നെ കെവിൻ കാർട്ടർ പ്രശസ്തിയുടെ കൊടുമുടിയിലെത്തിക്കഴിഞ്ഞു. എന്നാൽ ഇതൊന്നും കൂടെ ഉള്ളവർക്കും വിമർശകർക്കും സഹിച്ചില്ല. അയാൾക്കെതിരെ പ്രതിഷേധങ്ങളും വിമർശനങ്ങളും ഉയർന്നു. ഇതിലും ഭയാനകമായിരുന്നു അയാളുടെ ഭാര്യയുടെ ആക്ഷേപം. മിസ്റ്റർ കെവിൻ, നിങ്ങളും ഒത്തൊരു ജീവിതത്തിന് ഇനി ഞാനില്ല. ലോകം വെറുക്കുന്ന മനുഷ്യനാണ് നിങ്ങൾ. മനുഷ്യ സ്നേഹമില്ലാത്ത നിങ്ങളുടെ കൂടെ എന്റെ മകനും ജീവിക്കേണ്ട. അവനെ ഞാൻ കൊണ്ടുപോകുന്നു. മകനും ഭാര്യയും അയാളെ ഉപേക്ഷിച്ചു പോയി. ഇതിനോടകം തന്നെ കെവിൻ കാർട്ടറുടെ ജീവിതം ഒരു നിരാശാജനകമായിരുന്നു. പെട്ടെന്നൊരു ദിവസം അയാളുടെ കാതുകളിലേക്ക് ഒരു സന്തോഷ വാർത്ത. ആ വർഷത്തെ പുലിസ്റ്റർ പുരസ്കാരം കെവിൻ കാർട്ടറിന്. അതും അയാളെടുത്ത കഴുകനും കുഞ്ഞുമെന്ന ചിത്രത്തിന്. എന്നാൽ ഇതൊന്നും അയാളെ സന്തോഷിപ്പിച്ചില്ല. ലോകം വെറുക്കുന്ന മനുഷ്യനായി തീർന്നയാൾ ഭാര്യയും കൈവിട്ട് പാപിയായി. പുത്രനെയും കൊണ്ടുപോയവൾ മറ്റൊരു പുരുഷന്റെ ഭാര്യയായി തീർന്നു. ഒരു പിഞ്ചു കുഞ്ഞിനെ രക്ഷിക്കാൻ കഴിയാതെ പോയ പാപിയാണ് ഞാൻ. ഉറ്റവരും കൂടെയവരും വെറുക്കപ്പെട്ട ഞാൻ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അയാൾ തന്റെ കാറിൽ ജന്മഗ്രാമത്തെ ലക്ഷ്യമാക്കി അതിവേഗം പാഞ്ഞു. ആളൊഴിഞ്ഞ സ്ഥലത്ത് ആ കാർ നിർത്തിയിട്ടു. തുടർന്നുള്ള 4 ദിവസം ആ കാർ അവിടെ തന്നെ കിടന്നു. ആരും അത് കണ്ട് ശ്രദ്ധിച്ചതൊന്നുമില്ല. എന്നാൽ ചോളവയൽ പണിക്ക് പോകുന്ന കർഷകർ അതിനരികിൽ മൂക്ക് പൊത്തി നിന്നു. ദേ, ഒന്ന് നിന്നാട്ടെ. 3-4 ദിവസമായി ഈ കാർ ഇവിടെ കിടക്കുന്നു. അതിനകത്ത് നിന്ന് വല്ലാത്തൊരു ഗന്ധം വരുന്നു. അവർ ഓടിച്ചെന്നു. ആ കാറിന്റെ ഡോർ തുറന്നു. അതാ തടിച്ചു വീർത്ത് അഴകിയൊരു ശവം. ആ ഫോട്ടോഗ്രാഫർ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. പട്ടിണിയിൽ പിടഞ്ഞ ഒരു പിഞ്ചു കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിയാതെ പോയതിന്റെ കുറ്റബോധമാണ് ആ ഫോട്ടോഗ്രാഫറുടെ ആത്മഹത്യ. കാലം കറുത്തൊരു ചേല പുതപ്പിച്ച് വികൃതമാക്കുന്നു പ്രപഞ്ച സത്യങ്ങളെ. കർമ്മമാർഗത്തിന്റെ ജീവൻ ഞരടുവാൻ ഉൾമുടി തേടുന്നു കാലവും ലോകവും. വിശപ്പിന്റെ കരച്ചിൽ പുറം ലോകം അറിയുവാൻ നിങ്ങളുടെ കണ്ണുകളും ജാഗ്രതയോടെ തുറന്നിരിക്കട്ടെ. ശാസ്ത്ര സാങ്കേതിക വിദ്യ എത്ര വികസിച്ചാലും വിശപ്പ് മാറ്റാൻ ടോണിക് കൊണ്ടോ ടാബ്ലറ്റ് കൊണ്ടോ കഴിയില്ല. അതിന് ആഹാരം തന്നെ വേണം. അതുണ്ടാക്കേണ്ട ബാധ്യതയാർക്ക്? നൽകേണ്ട ചുമതലയാർക്ക്? എത്തിച്ചേരേണ്ട കരങ്ങൾ എത്ര? പല കാരണങ്ങൾ കൊണ്ടും രാജ്യം നേരിടേണ്ടി വരുന്ന വലിയ പ്രതിസന്ധിയാണ് വിശപ്പ്. വിശപ്പ്. ആ വിശപ്പിന് മുന്നിൽ ആരും അന്യരല്ല. ഈ കഥ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.